ചിന്തിക്കണം, നമ്മുടെ ആത്മീക ജീവിതത്തിൽ നാം എവിടെയാണ് വീണു പോയത്. മുമ്പ് നമുക്ക് പാട്ടുണ്ടായിരുന്നു, എനി ടൈം ഓടി വന്ന് പാടും, ഓടി വന്ന് പ്രാർത്ഥിക്കും, ഓടി വന്ന് വേദപുസ്തകം വായിക്കും, ഓടി വന്ന് പ്രാർത്ഥനയിടും, പ്രാർത്ഥിക്കും. ഇപ്പോ സമയമില്ല. ഹല്ലേലൂയ. നീ വീണിരിക്കുന്നു സഹോദരാ, നീ വീണിരിക്കുന്നു. ഹല്ലേലൂയ. സഹോദരി, കുഞ്ഞെ, നീ വീണുപോയി, നീ വീണുപോയി. വീണുപോയ കഴുതയ്ക്ക് സമാനമായി നീ വീണുപോയിരിക്കുന്നു, നീ തകർന്നു പോയിരിക്കുന്നു. നിന്റെ വീഴ്ചയുടെ കാരണം എന്താണെന്ന് ഇന്ന് പകൽക്കാലം നീ ചിന്തിച്ചു കൊള്ളണം. നമ്മുടെ ആത്മീക ജീവിതത്തിൽ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട നാളിൽ, കർത്താവിനെ അറിഞ്ഞ നാളിൽ അങ്ങോട്ട് പോകുമ്പോൾ പ്രാർത്ഥിക്കും, ഇങ്ങോട്ട് വരുമ്പോൾ പ്രാർത്ഥിക്കും, കിച്ചണിലോട്ട് പോകുമ്പോൾ പ്രാർത്ഥിക്കും, വഴിയെ റോഡ് നടന്നു പോകുമ്പോൾ പ്രാർത്ഥിക്കും, അന്യഭാഷ പറഞ്ഞുകൊണ്ട് നടക്കും, ഓടി നടക്കും, പാടും, പ്രാർത്ഥിക്കും. എനി ടൈം ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എന്തേ? ഹല്ലേലൂയ. 1 മണിക്കൂറൊക്കെ പ്രാർത്ഥിച്ച സഹോദരനെ, 1 മണിക്കൂർ പ്രാർത്ഥിച്ചിരുന്ന സഹോദരിയെ, രാത്രി ഹല്ലേലൂയ 2 മണിക്ക് ശേഷം നീ ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിച്ച നാളുകളില്ലേ? കണ്ണുനീരോടെ പ്രാർത്ഥിച്ച നാളുകളില്ലേ? ഇപ്പൊ എവിടെ? നീ വീണിരിക്കുന്നു. നീ തകർന്നിരിക്കുന്നു. നീ ദൈവസന്നിധിയിൽ നിന്ന് നീ തകർന്നിരിക്കുന്നു. നീ വീണുപോയി. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, എവിടെയാണ് നീ വീണുപോയത്? നമ്മെ തന്നെ ഒന്ന് ശോധന കഴിക്കണം. ഇന്ന് പകൽക്കാൽ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ, കർത്താവേ, ഞാൻ വീണു പോയിരിക്കുന്നു എങ്കിൽ എന്നെ അവിടെ നിന്ന് കർത്താവ് ഉയർത്തി മാനിക്കണം. ഞാൻ അങ്ങേക്ക് വിശ്വസ്തയായി കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു മകനായി തീരുവാൻ എന്നെ അപ്പൻ ഒരുക്കണമേ എന്ന് എത്ര പേർക്ക് സമർപ്പണത്തോടു കൂടി വചനം കേൾക്കുവാൻ കഴിയും? ആമേൻ പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രിയരെ, കഴുത വീണുപോയത് രോഗം കൊണ്ടല്ല, ബലഹീനത കൊണ്ടല്ല, ഇടുക്കമുള്ള വഴി കൊണ്ടല്ല. പിന്നെയോ യജമാനന്റെ യാത്ര ദൈവഹിതം അല്ല. യജമാനന്റെ യാത്ര അത് ദൈവഹിതം അല്ലാതിരുന്നത് കൊണ്ട് ഈ കഴുത വീണുപോയത്. ബിലയാമിന്റെ തീരുമാനം പിഴച്ചു പോയതുകൊണ്ട് എന്തേ സംഭവിച്ചു? കഴുത വീണുപോയി. കഴുത കുഴിയിൽ വീണുപോയി. അടുത്തായിട്ട് നമുക്ക് മറ്റൊരു കഴുതയെ കുറിച്ച് ചിന്തിക്കാം. കുഴിയിൽ വീണുപോയ ഒരു കഴുത. പുറപ്പെടും